അപ്പോൾ ഫ്രണ്ട്സ്, ഞാനും കൃഷിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതെ, ഈ ഒരു മരത്തെ എൻ്റെ കുറേ മെമ്മറീസ് ഉള്ളൊരു മരമാണ്. അപ്പോൾ ഇതൊരു നക്ഷത്രപ്പുളി മരമാണ്. ഇതിന്ന് കുറേ പുളി ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. പോകും ഗൈസ്, ഓണല്ലേ ക്യാമറ? ഉള്ളിലോട്ട് കളക്കാം. ഇതൊന്നും നിങ്ങൾ കാണിച്ചില്ലല്ലേ ഗൈസ്? ഓക്കെ, നമുക്ക് എന്തായാലും വഴുതനങ്ങ, ഈ കടത്തി മൊത്തം വഴുതനങ്ങയാണ്. 10-15 ഉണ്ട്. ഇത് വലിയ തടമാണ്, ഞാൻ എടുത്ത തടമാണ്. ഞാനും അമ്മൂമ്മയും കൂടി എടുത്തതാണ്. ഇതാണ് തക്കാളിയാണ്. നമുക്ക് ഇന്നലെ എല്ലാത്തിനും ഞാൻ താങ്ങൊക്കെ വെച്ച് കൊടുത്തായിരുന്നു. നമുക്ക് താങ്ങെടുക്കാൻ എല്ലാത്തിനും ഈറമരമുണ്ട്. സാറുവാൻ ഈറക്കാടൊന്ന് കാണിച്ചു കൊടുക്കണം. അവിടെ ഈറക്കാടുണ്ട്. അപ്പൊ ആ ഈറക്കാട് വെച്ചാൽ നമുക്ക് എല്ലാം അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ആവശ്യത്തിനുള്ള സോഴ്സ് അതിന് തന്നെ ഉണ്ട്. ആ ഈറക്കാട്ടിലിട്ട മരങ്ങൾ കൊണ്ടാണ് ഈ വേലി ഞാൻ കെട്ടിയത്. ഇത് ഞാൻ ഒറ്റയ്ക്ക് കെട്ടിയതാണ്. ക്യാമറമാൻ, വേലി എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തേ. അതെ, അത് പ്രത്യേകതരം മാങ്ങയാണ്. നല്ല മധുരമുള്ളൊരു മാങ്ങയുടെ തൈയാണ് അത്. അത് കാന്താരിയാണ്. ഇപ്പൊ നമ്മൾ നനച്ചുകൊണ്ടിരിക്കുന്നത് കാന്താരിയാണ്. നനഞ്ഞോളേതാ. നമുക്കിനി ഇച്ചിരി കൂടി വലുതായ തക്കാളി ഉണ്ട് ഇവിടെ. അത് നമുക്ക് നനച്ചു കൊടുക്കാം. നല്ല വളർന്നുള്ള മണ്ണായതുകൊണ്ട് പെട്ടെന്ന് എടുക്കാനുണ്ട്. ഇതിന്റെ ഓരോരോ അപ്ഡേറ്റ്സ് ഞാൻ മുടങ്ങാതെ അപ്പൊ ഇതിന്റെ ഓരോരോ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ എന്നും കാണിക്കുന്നതായിരിക്കും. തക്കാളിക്ക് നല്ല ജലാംശം വേണ്ട ഒരു മരമാണ്. നല്ല ജലാംശം കൊടുത്ത് തക്കാളി വളർത്തി കഴിഞ്ഞാൽ നല്ലപോലെ റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റുള്ള തക്കാളി കിട്ടും. ഈ വീടും പറയാൻ ഇതിലേക്ക് എൻ്റെ ഓൾഡ് ഹൗസാണ്. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. ഇതേ ക്യാമറമാൻ, നമുക്ക് ക്യാമറ നോക്കിയെന്നേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ നല്ലൊരു വീഡിയോസ് ആയിട്ട് വന്നതായിരിക്കും.
മച്ചാമാരെ വൈകി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി നടത്തി തീറ്റിക്കണം ഇവിടെ. ഓക്കെ